പുതിയ അരങ്ങിനെക്കുറിച്ച് ചിന്തിക്കാനും പങ്കുവയ്ക്കാനും ഒത്തുകൂടാനും ഒരു ദിനം. മാർച്ച് 27 ലോക നാടകവേദിയുടെ ദിനം. സംഗീതവും കവിതയും ചിത്രങ്ങളും ദൃശ്യങ്ങളും ചേർത്ത് കുഴച്ചുണ്ടാക്കിയ ചെറിയ വലിയ തലം. അരങ്ങ്, ജീവിതത്തിനും സ്വപ്നത്തിനും ഇടയിലുള്ള ഇടം. ആ മഹാപ്രതലത്തിനു മുന്നിൽ ആദരവോടെ പരിശീലനം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഇന്ത്യൻ നാടകവേദിക്ക് സ്വതന്ത്രമായ രൂപഭംഗി ചമച്ച നാടക ചക്രവർത്തി രവീന്ദ്രനാഥ ടാഗോറിനെ അനുസ്മരിച്ചുകൊണ്ട് ലോക നാടക ദിനത്തിൽ പത്മഭൂഷൺ ശ്രീ KN പണിക്കർ. എന്നെ ആദ്യം മുതൽ എൻ്റെ നാടക പ്രവർത്തന രംഗത്ത് ആദ്യം മുതൽ ആകർഷിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ. ഞാനിപ്പോൾ ഈ ടാഗോറിൻ്റെ 150 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് നാടകങ്ങളും ഒരു കവിതയുടെ കളക്ഷനും ചെയ്തു, അവതരിപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ മുക്തധാര, നടീർ പൂജ, രാജ, ഇരിട്ടറയിലെ രാജാവ്, ഈ 3 നാടകങ്ങളാണ് ചെയ്തത്. ഇരിട്ടറയിലെ രാജ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ കുട്ടികൾക്ക് വേണ്ടി പണ്ട് ചെയ്തിട്ടുണ്ട്, വളരെ മുമ്പ്. പിന്നെ എൻ്റെ നാടകവേദിയായിട്ട് ചേർന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ ടാഗോറിൻ്റെ എൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ടാഗോറിനെയും ടാഗോർ വഴി WB Yeatsനെയൊക്കെ എനിക്ക് എൻ്റെ നാടകവേദിയുമായി ബന്ധപ്പെടുത്തി അവരിൽ നിന്നൊക്കെ പ്രചോദനം ആർജിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടാഗോർ, ഒന്നാമതേ ഞാൻ ടാഗോറിനെ കണ്ടിട്ടുള്ളത് ഒരു വലിയൊരു പിന്നെ മരുഭൂമിയിൽ ഒരു ഒയാസിസ് പോലെയാണ്. പാശ്ചാത്യ സ്വാധീനം നല്ലവണ്ണം ഉണ്ടായിരുന്നു എന്നിട്ട് കൂടി ഇന്ത്യയുടെ ആത്മാവറിഞ്ഞ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹം പിന്നെ ബംഗാളിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളിലൂടെ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളോടുള്ള സമീപനമായിരുന്നു, വിദ്യാഭ്യാസത്തോടുള്ള സമീപനമായിരുന്നു. അടിസ്ഥാനമായും ഈ വിദ്യാഭ്യാസ സമീപനത്തിൽ സാമൂഹികവും സാംസ്കാരികവും പിന്നെ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരുന്നത്, ഇക്കണോമിക്കും എല്ലാം ഉൾക്കൊണ്ടിരുന്ന സ്പിരിച്വലും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സമഗ്രതയിൽ, ഒരു ഹോളിസ്റ്റിക്കായിട്ടുള്ള സമഗ്രതയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും അതിൽ അനിവാര്യമായി എസ്തെറ്റിക്സ്, കല, സൗന്ദര്യശാസ്ത്രം, സംഗീതം ഇതൊക്കെ ചെലുത്തിയിരുന്ന സ്വാധീനം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിൻ്റെ ഇൻറ്റഗ്രൽ, അതിൻ്റെ അവിഭാജ്യ ഘടകമായി തന്നെ കൊണ്ട് വന്നയാളാണ്. നാടകകൃത്ത് എന്നുള്ളതിലൊക്കെ ഉപരിയായിട്ട്, കവി എന്നുള്ള ഉപരിയായിട്ട്. നാടകത്തിലാണെങ്കിലും കവിതയിലാണെങ്കിലും സംഗീതം അതിൻ്റെ ജീവനാഡിയാണ്. സംഗീതം ജീവനാഡിയാണ്. സാധാരണ സംഭാഷണത്തിൽ ടാഗോർ വളരെയധികം വ്യാപരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മറ്റേ ഇരിട്ടറയിലെ രാജാവിൻ്റെയൊക്കെ കാര്യത്തിൽ സാധാരണ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉദാത്തമായ സങ്കല്പങ്ങളും ഉദാത്തമായ ആഗ്നേയമായ നിമിഷങ്ങളൊക്കെ വരുമ്പോൾ സംഗീതത്തെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമല്ല, സംഗീതം അതിൻ്റെ ഒരു പ്രകൃതിദത്തമായ അല്ലെങ്കിൽ പ്രകൃതി ആവശ്യപ്പെടുന്ന ഒരു ഉപാധി എന്നുള്ള നിലയിൽ അദ്ദേഹം സംഗീതത്തെ നാടകത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കി തീർത്തിരുന്നു. അതുപോലെ തന്നെ ശാരീരികമായ നൃത്തം, ശാരീരികമായ അഭിനയം അല്ലെങ്കിൽ ആംഗികാഭിനയം എന്ന് പറയുന്നത്
വാചികാഭിനയത്തിൻ്റെ തന്നെ ഉത്കൃഷ്ടമായിട്ടുള്ള മേഖലകൾ, ഇതൊക്കെ അപ്ലൈഡ് ഡിസിപ്ലിനാക്കുക. അത് 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 പ്രയുക്ത ഘടകങ്ങളാക്കിക്കൊണ്ട് നാടകം ആവിഷ്കരിക്കുക, രചിക്കുക മാത്രമല്ല ആവിഷ്കരിക്കുക. തൻ്റെ ചുറ്റും കണ്ട ജാത്രയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ ബാവുൽ ഗായകരിൽ നിന്നോ ഉത്തേജനം ആർജിച്ചല്ലാതെ വേറെ എങ്ങും അതിന് അദ്ദേഹം പോയിട്ടില്ല. എന്നെ ഏറ്റവും ആകർഷിച്ചത് ഒരു കുട്ടികളുടെ നാടകം എന്നുള്ള നിലയിൽ ആദ്യകാലത്ത് ഗീതാഞ്ജലിയിലെ കവിതകൾ ആണ് നമ്മൾ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ എനിക്കത് ബന്ധപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ നാടകങ്ങളിൽ ചിത്രാംഗത അല്ലെങ്കിൽ ഈ പിന്നെ രക്തകരപി അനേകം നാടകങ്ങൾ നമ്മളെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭാരതീയമായ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും മിത്തും കെട്ടുകഥകളും ഒക്കെ അടങ്ങുന്ന കഥാപാത്ര സൃഷ്ടിയിൽ മാത്രമല്ല, കുട്ടികളുടെ ഒരു നാടകം എന്ന് പറയുന്ന, അത് കുട്ടികളുടെ നാടകമല്ലെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് പറയാം, ആലോചിച്ച് വേണം പറയാൻ. അത് വളരെ കൃത്യമായി വായിക്കുക. അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുള്ള W.B. Yeats ഒക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം നമുക്കറിയാം. അടുത്ത കാലത്ത് മണിപ്പൂരിലെ കനൈലാൽ എന്ന പ്രസിദ്ധ നാടകാവിഷ്കർത്താവ്, നാടക സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബിനി, അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രിയാണ് അതിലെ അമലിൻ്റെ വേഷം എടുത്തത്, കുട്ടികളുടെ വേഷം. അതിമനോഹരമായ ആവിഷ്കാരമായി, അതിമനോഹരമായ ധ്വനിപാഠമാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. എത്ര പുതുമ, എത്ര പുതുമയിലൂടെ വ്യാഖ്യാനിക്കാൻ സാധിക്കും ടാഗോറിൻ്റെ പിന്നെ പോസ്റ്റ് ഓഫീസ് എന്നുള്ളതേ ഈ കനൈലാലിൻ്റെ പ്രൊഡക്ഷൻ കണ്ടാണ്. അനേകം പ്രൊഡക്ഷൻസ്, അനേകം നാടക ആവിഷ്കാരങ്ങൾ പിന്നെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നാടകം ഇന്നും സ്വച്ഛ സുന്ദരവും പച്ചപ്പ് നിറഞ്ഞതുമാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ കുട്ടികൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു തലം അതിനുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയാണ് കുട്ടികളുടെ നാടകത്തിൻ്റെ വിജയമിരിക്കുന്നത്. നേരെ വെച്ചാൽ അവർക്കൊന്നും മനസ്സിലാകില്ല, എന്തോ ബ്ലാ പറഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ തള്ളിക്കളയാൻ പാടില്ലാത്ത ഒരു മഹത്തായ കൃതിയാണ് പോസ്റ്റ് ഓഫീസ്. പ്രകൃതിയോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ടാഗോർ നാടകത്തിൻ്റെ സംഗീതം. ഓരോ പാട്ടും പ്രകൃതിയുടെ സ്നേഹവും സന്ദേശവും വീണ്ടും വീണ്ടും ഓർത്ത് മെനഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യ സംസ്കാരമാണ് ടാഗോർ ഇന്ത്യൻ നാടകവേദിക്ക് സമ്മാനിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ നാടകത്തിലും പഠിക്കേണ്ടതാണ് പാട്ട് എങ്ങനെ വരുന്നു, നൃത്തം എങ്ങനെ വരുന്നു, ചലനം എങ്ങനെ വരുന്നു, എന്തിനായി വരുന്നു, കഥയെ എങ്ങനെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത് ഭാരതീയമായ കാഴ്ചപ്പാടിൽ ആംഗിക വാചിക സാത്വിക ആഹാര്യ അഭിനയങ്ങളുടെ സാധ്യതകളെ ഒട്ടുമിടാതെ, വാചികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വർത്തമാനം പറയുന്നതാണ്, വാചികം എന്ന് പറഞ്ഞാൽ ഒക്കില്ല. നമ്മുടെ വാചിക പഠനം നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇനിയും ചെയ്യേണ്ടതായിട്ടുള്ള, ഞാൻ ഇവിടുത്തെ വേദങ്ങൾ റെക്കോർഡ് ചെയ്ത് നെല്ലിക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരി, മാമൂൺ ഇട്ടിരവി നമ്പൂതിരിപ്പാട്, ഇവരെ കൊണ്ടൊക്കെ വേദം ചൊല്ലിച്ച് അവരൊക്കെ ജീവിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ പോയി വേദം എടുത്തിട്ട് അത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് വേണ്ടി 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്തു. ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്ത് അവിടെ കാണാനില്ലാതായി, വീണ്ടും റെക്കോർഡ് ചെയ്തു കൊണ്ടുപോയി. ഇന്നും അതവിടുത്തെ പിന്നെ എന്താ പറയുക, ശബ്ദശേഖരത്തിലെ ഒതുങ്ങി സ്വൈരമായിരിക്കുന്നുണ്ട്. എത്ര പേരതിനെ അത് എന്തിനാണിത്? കളരി, ഇവിടെ നിന്ന് എൻ്റെ കളരി ഇവിടെ പഠിപ്പിക്കുന്ന കളരി ഗുരു ഗോപിയെ, എൻ്റെ നടനും കൂടായിരുന്നു, ഞങ്ങളുടെ നടനും കൂടായിരുന്നു. ഗോപി അവിടെ കൊല്ലന്തോറും പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, കളരി പഠിപ്പിക്കാൻ. ഗോപി പഠിപ്പിക്കുന്നത് കളരി എന്തിനു വേണ്ടിയാണെന്ന് കുട്ടികളോ അവിടുത്തെ അധ്യാപകരോ അല്ലെങ്കിൽ അതിൽ നാടകം ആവിഷ്കരിക്കുന്ന ഡയറക്ടർമാർ, സംവിധായകരാരും ഗോപിയുടെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾക്ക് അത്ഭുതവും
സംശയവുമാണ്. ഇതെന്തിനാണ് ഇത് പഠിക്കുന്നത്? കളരി എന്തിനാണ് പഠിക്കുന്നതെന്ന് പോലും, എന്തിനാണ് ശരീരഭാഷ എവിടെ? ഇതിപ്പോൾ വാചകം മാത്രമാണ് നാടകം എന്നുള്ള അവസ്ഥയിൽ പാശ്ചാത്യർ നമ്മളെ എത്തിച്ചു. വാചകം മാത്രമായ നാടകമാവില്ലെന്നും വാചികാഭിനയത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ആംഗികവും സാത്വികവും ഒക്കെ വേണമെന്നും കാളിദാസൻ്റെ നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളത് കാളിദാസൻ പറഞ്ഞതുകൊണ്ട് കാളിദാസൻ മുന്നിയൊന്നുമല്ല കേട്ടോ. ഈ മുന്നിമാർ പറഞ്ഞ നാട്യശാസ്ത്രത്തെ നമ്മൾ ധിക്കരിക്കുന്നത് മനസ്സിലാക്കാം. കാളിദാസൻ പറയുന്നത് എന്തിനാണ് ധിക്കരിക്കുന്നത്? കാളിദാസൻ ഇപ്പോഴും നമ്മൾ കവികുല കൂടസ്ഥൻ എന്നൊക്കെ പറയാറില്ലേ? കാളിദാസൻ പറഞ്ഞിരിക്കുന്ന അങ്കേന അന്തർനിഹിത വചനമാണ് വചനത്തിൻ്റെ യോഗ്യത പറഞ്ഞിരിക്കുക. എഴുതിയ കൃതി എഴുതേണ്ടത് ആംഗികവും, അങ്കേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗികവും സാത്വികവും ഒക്കെ അതിൻ്റെ അകത്ത് നിഹിതമായിരിക്കണം. വചനത്തിൽ എഴുതുന്ന വാചികത്തിൽ ഉൾക്കൊണ്ടിരിക്കണം ചലനവും ചലന സാധ്യതകളും ക്രിയയും ക്രിയാസാധ്യതകളും സംഗീതവും അതിൻ്റെ സാധ്യതകളും ഒക്കെ അതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഈ വചനം എന്ന് പറയുന്നത്. വചനം കേവലം സംഭാഷണമാണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് വേണമെങ്കിൽ പറയാം കോഴിക്കോടൻ സംഭാഷണമാണ്. അല്ല, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭാഷണമേ പാടുള്ളൂ. റിയലിസം ചെയ്തിട്ടുള്ള അപകടം സാധ്യതകൾ മുഴുവനും പിടിച്ച് ഞെക്കി ഇന്നടത്തേക്ക് നിർത്തുകയാണ്. ഇന്നാർ പറയുന്ന പോലെ അയാൾ പറയുന്ന പോലെ ആയില്ലല്ലോ. നാച്ചുറലിസ്റ്റിക്, റിയലിസ്റ്റിക് ഇതിനെ കവച്ച് വയ്ക്കാൻ നാടകത്തിന് അധികാരമില്ലെന്ന് പറഞ്ഞാൽ, നാടകത്തിന് ഇടമില്ലെന്ന് പറഞ്ഞാൽ നാടകം എങ്ങനെയാണ് പിന്നെ ഒരു 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 വിപുലമായ ഒരു സാധ്യതയടങ്ങുന്ന ഒരു കലാരൂപമാകുന്നത്? അപ്പം വാചികം സാത്വികം ആംഗികം ഇത് തന്നെ എടുത്ത് കളിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വാചികത്തിൻ്റെ സാധ്യത എന്തെല്ലാം ഉണ്ട്. ഒരു കഥാപാത്രം സംസാരിക്കുന്നതിന് ഉപയോഗിക്കുന്ന, ഇപ്പോൾ ജാപ്പനീസ് ഭാഷയിലൊക്കെ അവരുടെ ഭാഷ തന്നെ പറയുന്ന, അവരുടെ ഭാഷ തന്നെ ഇൻബിൽറ്റായിട്ട് അതിൽ തന്നെ അന്തർഹിതമായിട്ട് ഉള്ളൊരു സ്വഭാവമുണ്ട്. മലയാളത്തിനൊരു സ്വഭാവമുണ്ട്, ഹിന്ദുസ്ഥാനിക്കൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം വെച്ചുകൊണ്ട് അതിനെ എത്രമാത്രം അതിനുള്ള സാധ്യതകൾ എന്തെല്ലാം ഉണ്ട്, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ വേദം എന്ന് പറയുന്നത്. വേദം ആരുടെയും സ്വന്തമല്ല. നാടക പരിശീലനത്തിൽ സമഗ്രത വിഭാവനം ചെയ്ത വലിയ സിസ്റ്റമാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ അനുയോജ്യമായ വിധത്തിൽ ഉപയോഗപ്പെടുത്തണം? നാട്യശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ പേര് കേട്ടാൽ തന്നെ നമ്മുടെ നാടക പഠന കേന്ദ്രങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടക്കുറവുണ്ട്, ഒരു അലർജിയോ ഉള്ള സ്ഥലം എനിക്കറിയാം. ചിലർക്കുണ്ട് നാട്യശാസ്ത്രം വേണം, നാട്യശാസ്ത്രം നമുക്ക് പഠിപ്പിക്കണം, നാട്യശാസ്ത്രം ഉണ്ടല്ലോ. പക്ഷെ നാട്യശാസ്ത്രം പഠിപ്പിക്കാൻ ആളില്ല. നാട്യശാസ്ത്രം സ്വയം നാടകം ചെയ്ത് പഠിക്കേണ്ട ഒരു വലിയ കലയാണെന്നും ഇത് ഏതോ താടിക്കാരെ എപ്പോഴോ ചെയ്തു വെച്ച അനാവശ്യമായ കാര്യങ്ങളാണെന്നും വിശ്വസിക്കാൻ തുടങ്ങിയാൽ അത് വളരെ അപ്രസക്തമാവും. നേരെ മറിച്ച് ഇതൊരു ഭരതമുനി എന്ന് പറയുന്ന ആൾ ആരോ ആവട്ടെ, താടിയുള്ള ഒരാളാണോ, അനേകം താടിക്കാരാണോ, അല്ലെ താടി ഇല്ലാത്തവരുമുണ്ടോ, ഒരു പരമ്പരയായിരുന്നു ഭരതന്മാർ. ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവരാഗ താളങ്ങളുടെ ഒരു സങ്കല്പമാണ്. ഇതെല്ലാം ചേരുന്ന ഒരാളാണ്. ഒരു നല്ല നടനെ നമുക്ക് ഭരതൻ എന്ന് വിളിക്കാം. നടനിഷ്ഠമാണ് നാടകവേദി എന്ന അർത്ഥത്തിൽ. എൻ്റെ അടുക്കൽ ഇവിടെ നാടകം പഠിക്കാൻ വരുന്ന ആളുകൾ ചിലർ സംവിധാനം പഠിക്കണമെന്ന് പറയും. ഞാൻ പറയും സംവിധാനം അങ്ങനെ പഠിപ്പിക്കാവുന്നതാണോ? പഠിച്ചോണം സംവിധാനം. സംവിധായകനെ ഉണ്ടാക്കിയെടുക്കുന്നത് നടനായതിന് ശേഷമേ സംവിധാനം ആകാനാക്കൂ. ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള കുട്ടികൾ ചിലർ വേദിയിലിറങ്ങി പ്രവർത്തിക്കാൻ വയ്യാതെ ഇവിടെ നോട്ട് ബുക്കുമായിട്ടിരുന്നിട്ട് 40 ഡിഗ്രി അയാൾ അങ്ങോട്ട് മാറിയപ്പോൾ മറ്റേ കഥാപാത്രം 30 ഡിഗ്രി ഇങ്ങോട്ട് വന്നു എന്ന് എഴുതി സംവിധാനം ചെയ്യാൻ ഒക്കില്ല. 40 ഡിഗ്രി അങ്ങോട്ടും 30 ഡിഗ്രി ഇങ്ങോട്ടും സഞ്ചരിച്ചും ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ വെർച്വലായ സ്പേസ്, ഈ സാങ്കല്പികമായ സ്ഥലം, ഇടം ഉപയോഗിച്ച് തന്നെ പഠിക്കണം. അങ്ങനെ ഒരാളിന് മാത്രമേ സംവിധായകനാകാൻ ഒക്കൂ. അപ്പോൾ ഈ കമ്പാർട്ട്മെൻ്റലൈസേഷൻ, ഓരോന്നായിട്ടുള്ള വിഭജനം ഉണ്ടല്ലോ,
ഈ വിഭജനം തന്നെ ഇന്ത്യൻ സങ്കല്പത്തിലും നാട്യശാസ്ത്ര സങ്കല്പത്തിലും ചേർന്നതല്ല. ഏത് നടൻ, സംവിധായകൻ, പിന്നെ ഇതെല്ലാം ഹോളിസ്റ്റിക്കാണ്, ഇതെല്ലാം സമഗ്രമാണ്. നാട്യത്തെ തന്നെ സമഗ്രമായി കാണേണ്ടതാണ്. എല്ലാവരും എല്ലാം കുറേശ്ശെങ്കിലും അറിഞ്ഞിരിക്കണം. നാട്യവേദിയിൽ ഇപ്പോൾ നമ്മൾ നാടകത്തിൽ പാടുന്നത് കേൾക്കുന്നു, മൂവ്മെൻറ്റ് വരുന്നു, ഇല്ലേ, ഇതെല്ലാം കൂടെ ഉള്ള സമഗ്രതയാണ്. ഇത് ചേരാതെ, ഇതെല്ലാം കൂടെ ചേരാതെ ഒരു നടനാകാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, നടനാണ് വാസ്തവത്തിൽ നാടകം എന്ന് പറയുന്ന ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന, പ്രജാപതിയായി നിൽക്കുന്ന ക്രിയേറ്റർ, നിർമ്മാതാവ്. കാരണം നടനാണിത്. സംവിധായകനും നാടകകൃത്തുമൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി രംഗവേദിയിൽ നടക്കുന്ന സംഭവം പ്രേക്ഷകനിലേക്ക് സംവേദനം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് നിൽക്കുന്നത് നടനാണ്. കലാകാരന്മാർക്ക് എല്ലാം ഉണ്ട്, എല്ലാ കലാകാരർക്കും വാസനയുണ്ട്. പക്ഷെ അതെങ്ങനെ ഉണർത്തിക്കൊണ്ടുവരേണ്ടതെന്നാണ് അവൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. വാസന കലാകാരന്മാർക്കെല്ലാം ഉണ്ട്, അല്ല ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വാസന പോലും ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യർക്കെല്ലാം വാസനയുണ്ടെന്നാണ്. വാസന വെച്ചാൽ പണമല്ല, വാസനയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ്, ഏതിനോടെങ്കിലും ഒരു ആകർഷണം ഇതാ വരും. പാട്ടിൽ പെട്ടെന്ന് കാണുന്നില്ല, നൃത്തത്തിൽ പെട്ടെന്ന് കാണുന്നില്ല, ഏതിലാണെന്ന് പറയാനൊക്കില്ല. പക്ഷെ ഒരു വ്യക്തിയും നാടകത്തിന് കൊള്ളാത്തതാക്കി മാറ്റി നിർത്താനായിട്ടില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ വാസന മാത്രം കൊണ്ട് എല്ലാം ആയി എന്ന് വിശ്വസിക്കുന്ന അതിൽ അത്യാപകടമുണ്ട്. വാസന വേണം, വാസനയാണ് ഒരളവ് വരെ എല്ലാത്തിനും നിദാനമായിട്ട് ഒരു കഴിവിനുള്ള കഴിവ് കാണിക്കുന്നത്. പക്ഷേ വാസനയെ ശാസന കൊണ്ട്, ശിക്ഷണം കൊണ്ട്, അഭ്യാസം കൊണ്ട് ബലപ്പെടുത്തിയെങ്കിൽ മാത്രമേ, നാടകം മാത്രമല്ല ഏത് കലയിലും നമുക്ക്, അപ്പോൾ പഠിപ്പിക്കൽ പാടില്ല, പഠിക്കാൻ പാടില്ല, ഒന്നും പഠിക്കാതെ ആവിഷ്കാരമാണ് പ്രധാനം. എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് എൻ്റെ ആവിഷ്കാരത്തിന് നിദാനം. അതിന് ഫോമെന്നൊരു കാര്യമില്ല, രൂപം എന്നൊരു കാര്യമില്ല. അങ്ങനെ രൂപാതിശായിയായിട്ട് രൂപത്തെ വെല്ലുന്ന രീതിയിൽ സ്വയം രൂപം ഉണ്ടായിക്കോളൂ എന്നൊക്കെ പറയുന്നതിനോട് നാടക പ്രവർത്തനത്തിൽ നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ വാസനയനുസരിച്ച് നാടകം അഭിനയിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് വാസ്തവത്തിൽ നടന്മാർക്ക് എത്രയൊക്കെ വാസനയുണ്ടെങ്കിലും ഒരു പ്രോംപ്റ്റർ വേണമായിരുന്നു നാടകത്തിന്. ഈ പ്രോംപ്റ്റർ പലപ്പോഴും മേശയുടെ ഇടയ്ക്ക് കയറി ഇരുന്നിട്ട് മേശ വിരിപ്പ് കൊണ്ട് മൂടി പ്രോംപ്റ്ററകത്ത് ഒളിച്ചിരുന്നിട്ട് പ്രോംപ്റ്റിങ് നടത്തുന്ന ഒരു വലിയ കഥാപാത്രമായിരുന്നു ഈ പ്രോംപ്റ്റർ. എനിക്കറിയാം, വളരെ വാസനയുള്ള വലിയൊരു കലാകാരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, പ്രോംപ്റ്ററോട് സംസാരിച്ച്, അത് കർട്ടന് പുറകില്ല, യവനിക്ക് പുറകിൽ നിൽക്കുന്ന പ്രോംപ്റ്ററോട് ഒരൊക്കം മറന്നുപോയ ഡയലോഗ് സംഭാഷണം വാങ്ങിയിട്ട് അത് ഓഡിയൻസ് അറിയാതെ ഞാൻ ഇങ്ങനെ ചെയ്തു എന്നദ്ദേഹം പറഞ്ഞു എന്നോട്. എനിക്ക് വളരെ ആദരവുള്ളൊരു നടൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ കുറേ കൂടെ ഉറക്കെ പറയടൂ എന്ന് ഓഡിയൻസ് അറിയാതെ പറഞ്ഞ് അയാളുമായിട്ട് ഒരു സംവേദനം നടത്തി ഇത് വാങ്ങി ഓഡിയൻസിന് ഈ നാടകം എത്തിച്ചു കൊടുത്തിട്ടും ആരും കണ്ടുപിടിച്ചില്ല പ്രോംപ്റ്റർ എന്നൊരു കഥാപാത്രം അവിടെ ഉണ്ടെന്ന്. ഈ ഒരു കാലം ഉണ്ടായിരുന്നു. പ്രോംപ്റ്ററെ ആശ്രയിച്ചല്ലാതെ നാടകം നടക്കില്ല എന്നുള്ളത്. ആ കാലം പോയത്. അതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള സ്ഥാപനങ്ങൾ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, പലരും സ്ഥാപനങ്ങളെ കുറ്റമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സ്ഥാപനത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാടകം പഠിച്ചരങ്ങേറുള്ളതാണ്. നാടകം വെറുതെ 5 മണിക്ക് തീരുമാനിക്കാതെ 4 മണിക്ക് നാടകം വേണമെന്ന് തീരുമാനിച്ചിട്ട് പ്രോംപ്റ്ററുടെ മിടുക്ക് കൊണ്ടും കലാകാരന്മാരുടെ വാസന കൊണ്ടും നാടകം അവതരിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരു കഥാപാത്രം ഇന്നാര് വേണമെന്ന് കാസ്റ്റിങ് ഇന്നാരെ വേണമെന്ന് നിശ്ചയിക്കുന്നത് പോലും 6 മണിക്ക് അങ്ങനെ നിശ്ചയിച്ച് നടത്തിയിട്ടുള്ള അവതരണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്ന് നാടകമെന്ന് പറയുന്നത്, അപ്പോൾ CN ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ ട്രപ്പീസിൽ നെറ്റില്ലാതെ കളിക്കുന്ന പോലെയാണ്. ട്രപ്പീസിൽ ആടുന്ന മറ്റേ സർക്കസുകാരൻ താഴെ നെറ്റില്ലെങ്കിൽ താഴെ വീണത് തന്നെ. പ്രോംപ്റ്റർ ഇല്ലാതെ ഇയാൾ ഓർക്കുന്നില്ല എന്ന് വെച്ചാൽ അയാൾ താഴെ പോയത് തന്നെ, നാടകം തന്നെ പൊളിഞ്ഞു പോകും. അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടെ നടനുണ്ട്. ആ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കുന്ന ഒരാളിന് മാത്രമേ നല്ല നടനാകാൻ സാധിക്കൂ.
നാട്യശാസ്ത്രം നടനെക്കുറിച്ച് പറയുന്നുണ്ട്, അരങ്ങിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാത്തിനും 36 അധ്യായങ്ങളിലൂടെ നാട്യശാസ്ത്രം ഭാരതീയമായ പിന്നെ എന്താ പറയേണ്ടത് എസ്തെറ്റിക്സ്, ഭാരതീയ സൗന്ദര്യ ശാസ്ത്രത്തെ പൊതുവെ അതിലെല്ലാം അടങ്ങുന്നു. വൃത്തം അടങ്ങുന്നുണ്ട്, കവിത അടങ്ങുന്നുണ്ട്, സർവ്വതും അടങ്ങുന്ന ഒരു സമഗ്രതയിലുള്ള ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. പുതിയ നാടകകൃതികൾ എങ്ങനെയുള്ളതായിരിക്കണം? നമുക്കിവിടെ നാടകകൃതികളെപ്പറ്റി പറയുമ്പോഴാണ് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാരതീയ നാടകവേദിയിലുണ്ടായിട്ടുള്ള മഹത്തായ കൃതികൾ എവിടം വരെയൊക്കെ ആ ഒരു പിന്നെ സ്വാധീനത്തിന്, ഭാരതീയ നാടക സ്വാധീനത്തിന് ക്രിയാംശപ്രധാനമായ നാടകരചന നിർവഹിച്ചിരുന്ന ഭാസൻ്റെയും കാളിദാസൻ്റെയും ഒക്കെ കാലഘട്ടം. ആ കാലഘട്ടം മുതൽ ഞങ്ങളിവിടെ നാടകം ചെയ്യുമ്പോൾ ഭാസൻ്റെ 3 നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. കാളിദാസൻ്റെ 3 നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. ഭാസൻ്റെ 13 നാടകങ്ങളിൽ 7 നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉത്തരരാമചരിതം ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ മഹത്തായ നാടക സൃഷ്ടി നടത്തിയിട്ടുള്ള പൂർവ സൂര്യകളുടെ ആ ഒരു പരമ്പരയിൽ നമ്മൾ വളരെ വലിയ പിന്നെ മണലാരണ്യത്തിലെ കാണുന്ന ഒയാസിസ് പോലെ ഒരു നീരിൻ്റെ ഛായ പകരുന്ന ഒരിടമാണ് വാസ്തവത്തിൽ ഇതാണ് ടാഗോർ സൃഷ്ടിക്കുന്നത്, രവീന്ദ്രനാഥ് ടാഗോർ സൃഷ്ടിക്കുന്നത്. മറ്റൊരു നാടകകൃത്തിനെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആധുനികമായ അല്ലെങ്കിൽ കാലാനുകൂലമായ പരിവർത്തനത്തിലൂടെ നമ്മുടെ നാടകവേദിയുടെ ക്വിൻറ്റസെൻസ്, അതിൻ്റെ ഏറ്റവും സത്തായ സംസ്കൃതി, അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗാനപ്രാധാന്യവും അതിൻ്റെ ചലന പ്രാധാന്യവും എല്ലാം അടങ്ങുന്ന ഒരു നാടക സംസ്കൃതി നമുക്ക് പാശ്ചാത്യവും ആയിട്ടുള്ള അറിവും കൂടെ വെച്ചുകൊണ്ട് തന്നെയാണെങ്കിലും ഇന്ത്യൻ നാടക സങ്കല്പത്തെപ്പറ്റി നമുക്കൊരു ശരിയായ അവബോധം തരുന്ന നാടകകൃത്താണ് ടാഗോർ. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാടകത്തെപ്പറ്റി ആലോചിക്കാൻ വെച്ചിട്ടുള്ളൊരു ദിവസമാണ് ലോക നാടകവേദി. ഇന്ന് എനിക്ക് പ്രധാനമായിട്ടും നമ്മുടെ നാടകവേദിയെ പറ്റി പറയാനുള്ളത്, നമ്മുടെ അമച്വറെന്നും പ്രൊഫഷണലെന്നും ഒക്കെ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, നമ്മുടെ നാടകത്തെ പറ്റിയുള്ള സങ്കല്പം ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ഇന്ന് കൂടി വരികയാണ്. നാടകത്തെ പറ്റിയുള്ള, നാടകത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് വളരെയധികം വികസിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ നാടകത്തിന് വേണ്ടിയുള്ള ഒരു ആവേശം, നാടകം അഭിനയിക്കാൻ, നാടകം അവതരിപ്പിക്കാൻ ഒക്കെ ഉള്ള ആവേശമുണ്ട്. ഇതിന് നമുക്ക് വേണ്ട രീതിയിൽ ഒരു പ്രോത്സാഹനം നൽകാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിൽക്കാനൊരു തറയുണ്ടാക്കി കൊടുക്കുക. എന്നെ പറഞ്ഞാൽ നിൽക്കാനൊരു തറ വേണം. ഏറ്റവും പ്രധാനമായ കാര്യം നിൽക്കാനൊരു ഇടമാണ് വേണ്ടത്, ഒരു തറയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാടകം കളിക്കാനുള്ള സൗകര്യമില്ല, നാടകം കളിക്കാനുള്ള വലിയ തുകകളൊന്നും മുടക്കി നാടകം കളിക്കണമെന്നില്ല. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെ പോലൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത് എത്ര രൂപ മുടക്കി, 1 കോടി രൂപ മുടക്കി ഒരു നാടകം ചെയ്യും. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു നാടകം ചെയ്യാൻ 1 കോടി രൂപയാവുമെന്ന് കേട്ടു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു കഥാപാത്രത്തിന് എൻ്റെ ഉടയാടയ്ക്കോ ഒക്കെ വേണ്ടി അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചിലവാക്കുന്ന തുകയുണ്ടെങ്കിൽ നമ്മളെപ്പോലൊരു നാടകവേദിക്ക് ഒരു നാടകം ചെയ്യാം. എങ്ങനെ ഏറ്റവും കുറഞ്ഞ നാടകം ചെയ്യാമെന്ന് പഠിപ്പിക്കേണ്ട ഒരു പഠന കേന്ദ്രത്തിലാണ് എത്രമാത്രം രൂപ ചിലവാക്കി നാടകം ചെയ്യാം എന്ന് പഠിപ്പിക്കുക. അഥവാ അങ്ങനെ ചെയ്യാൻ ഒക്കുമെന്നുള്ള അവസ്ഥ വന്നു. ഇന്നത്തെ കാലം മാറിയില്ലേ? അപ്പോൾ ഇവിടെ ഗ്രാമങ്ങളിൽ നിന്നോ, ബീഹാറിലെ ഗ്രാമങ്ങളിൽ നിന്നോ, കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിക്കുന്ന കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ പഠിക്കുന്ന ഒരു നാടകം ചെയ്യാൻ ഇത്രയും വലിയ തുക ആവശ്യമാണ്. ആ താരിഫ് വെച്ച് അയാൾക്ക് ഈ രാജ്യത്ത് നാടകവേദി പ്രവർത്തിക്കാൻ ഒക്കുമോ? ഈ ഒരു തൂക്കത്തിൽ വരുന്ന തകരാറ്, ഒരു തുലനാവസ്ഥയുടെ തകരാറ് നമ്മൾ വല്ലാതെ നമ്മുടെ എല്ലാ കലകളെ സംബന്ധിച്ചും
വ്യാപകമായി ഇന്ന് കാണുന്ന ഒരു കാര്യമാണ്. ഒരുപടി അത് തന്നെയല്ല, മൂല്യങ്ങളെ മറന്നിട്ട് പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു നെട്ടോട്ടവും നമുക്ക് കാണാറുണ്ട്. വാസന എന്നൊക്കെ നമ്മൾ പറയുന്നതും നമ്മൾ ഇന്ന് നേരിട്ട് കാണുന്ന ഈ വാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങളും അതിനുള്ള ഏജൻസീസും ഒക്കെ കൊടുക്കുന്ന ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ സമ്മാനം. ഒരു കുട്ടി പാടിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്ന സമ്മാനം കേട്ടാൽ, സമ്മാനത്തിൻ്റെ തുക കേട്ടാൽ നമ്മൾ അന്തം വിടും, അത്ഭുതപ്പെടും, ഇല്ലേ? ഇവനെ ഉള്ളിലോട്ട് നോക്കാനുള്ള പ്രേരണ പരിപൂർണമായി നശിപ്പിച്ചിട്ട് ഈ ഒരു മാനസികാവസ്ഥയിൽ അവനെ കൊണ്ടെത്തിക്കുകയാണ്. നാടക ദിനത്തിൽ നാടകത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നാടകത്തെ സ്നേഹിക്കുക. നാടകത്തെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കുക. നമ്മുടെ സംസ്കാരത്തിൻ്റെ അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലാക്കുക. നാം എവിടെ നിൽക്കുന്നു, നമ്മുടെ കൈമുതൽ എന്താണ്, ഇത് തിരിച്ചറിയുക. അതിനെ പ്രബലമായി അതിനെ സംരക്ഷിക്കുക, അതിനെ പ്രചരിപ്പിക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമയായി നാം കരുതുന്നത്.